നമസ്കാരം. ഈ വീടിൻ്റെ പ്ലാൻ ചോദിച്ച് പലരും മെസ്സേജ് അയച്ചിരുന്നു. അത് അടുത്ത് തന്നെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അടുത്ത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം മറ്റായി. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അതിൻ്റെ ഒരു പ്ലാൻ വരച്ച് കിട്ടണമായിരുന്നു. കാരണം ഒരു റഫ് പ്ലാൻ ഞങ്ങൾ ഇവിടെ കൊടുത്തതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലില്ല, പഞ്ചായത്തിൽ കൊടുത്തതിൻ്റെ. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്ത സുധീറാണ്. സുധീർ ഒരു ആർട്ടിസ്റ്റാണ്, ചിത്രകാരനാണ്. അപ്പോൾ എൻ്റെ കൂടെ കഴിഞ്ഞ 25 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുകയാണ്. എനിക്ക് പൊതുവേ സൗന്ദര്യബോധം അല്പം കുറവായതുകൊണ്ട് ഒരു സൗന്ദര്യബോധമുള്ള ഒരാൾ, പ്ലസ് ആർക്കിടെക്ചർ പഠിച്ചിട്ടില്ലെങ്കിലും ആർക്കിടെക്ചറിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് സ്വന്തം നിലയ്ക്ക് പഠിച്ച് കെട്ടിടം വെക്കുകയും കുറേ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് സുധീർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സുധീറിൻ്റെ സേവനം തേടിയത്. വേറെ ഒരാൾ കൂടെ എന്നെ ഇതിൽ സഹായിച്ചു. അതെൻ്റെ സഹപ്രവർത്തകനായ മധുവാണ്. മധു തൊഴിൽ കൊണ്ട് ഒരു മെയ്സണായിരുന്നു. അദ്ദേഹം ഒരു നമ്മുടെ ഈ കല്ലാശാരി പണികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു കോൺട്രാക്ടറായി മാറി അദ്ദേഹത്തിന് വളരെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു. അപ്പോൾ വീണ്ടും എന്ത് ജോലിയെന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ എനിക്കിവിടെ കൃഷി നോക്കാനായിട്ട് ഒരാളെ വേണമായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ഓഫർ ചെയ്യാവുന്ന ജോലി അതാണ്. അങ്ങനെ അദ്ദേഹം കൃഷി രീതി ഇവിടെ പലതും പരീക്ഷിക്കുകയും ആ കൂട്ടത്തിൽ തന്നെ ഈ ഭൂമിയുടെ കിടപ്പ് സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി. അത് കുറച്ചൊരു എസ്തെറ്റിക് സെൻസോടെയോ ഒരു പ്രായോഗിക ബുദ്ധിയോടെയൊക്കെയാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആശയമാണ് നമുക്കിവിടെ ഒരു വീട് വെക്കാമെന്നുള്ളത്. കാരണം ഈ മിയാവാക്കി പദ്ധതി ഞങ്ങൾ ആരംഭിക്കുമ്പോൾ മുതൽ എൻ്റെ കൂടെയുള്ള ആളാണ് മധു. അപ്പോൾ നമുക്കെന്നാൽ ഒരു മിയാവാക്കി വനം വെച്ച് അതിൻ്റെ നടക്ക് ഒരു വീട് വെക്കാമെന്നുള്ളത് മധു എനിക്ക് പറഞ്ഞു തന്നൊരു ആശയമാണ്. കാരണം നമ്മൾ ഒരുപാട് പൈസ ഇവിടെ മുടക്കുന്നു, അവസാനം ഒരു വീടെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അതെങ്ങനെയെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്നുള്ള ഒരു സജഷനാണ് അദ്ദേഹം വെച്ചത്. അങ്ങനെ ചെറിയ തോതിൽ പണിയാവുന്ന പറഞ്ഞാണ് ഞങ്ങൾ ഈ വീട് തുടങ്ങി. അതുകൊണ്ടാണ് ഇത് കുറഞ്ഞ ചിലവിൽ തീർന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ്ങിന് സുധീർ വരുന്ന സമയത്ത്, സുധീർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുധീർ ആർട്ടിസ്റ്റാണ്. സുധീർ ഒരുപാട് നല്ല സാധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കവറുകളും മറ്റേതും ഡിസൈൻ ചെയ്ത് പല അവാർഡുകളും കിട്ടിയിട്ടുള്ള ഒരാളാണ്. സുധീറിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ ഒരു സൗന്ദര്യത്തിലാണ് സുധീറിന് കൂടുതൽ നോട്ടം. അതിൻ്റെ പ്രായോഗികതയോടൊപ്പം തന്നെ എനിക്ക് അതിൻ്റെ ഒരു അപ്പിയറൻസ് അത്ര ഒരു വിഷയമല്ല. ഇവിടെ ഞങ്ങൾ ഈ വീട് വെക്കാൻ വരുന്ന സമയത്ത് ഈ ഭൂമി വലിയൊരു ചെരിവുള്ള ഒരു ഭൂമിയാണ്. അതിൻ്റെ പല കോണ് പലതരത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നതാണ്. അതായത് അങ്ങേ അറ്റത്ത് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ പുറകിൽ അങ്ങേ മൂലയിൽ ആ റോഡിലേക്കാണ്ട് 12 അടി പൊക്കമുണ്ട്. അത്രയും ആ പൊക്കത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഇത് താഴെ ഒരു 20-25 അടി താഴെ ചെന്നാണ് നിൽക്കുന്നത്. ഇത് ഓരോ മൂല ഓരോ പൊക്കത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വീട് ചെയ്യാനായിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം മുറിച്ച് മാറ്റേണ്ടി വരുന്നു, ഈ ലെവലാക്കേണ്ടി വരുന്നു, ഈ കുന്നിൻ്റെ കുറച്ച് ഭാഗം. അത് ഏറ്റവും കുറച്ച് ചെയ്യാമെന്നുള്ള ഒരു ഇതിലാണ് സുധീർ പ്ലാൻ ചെയ്തത്. സുധീർ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ ഒരു പോർഷൻ, നമ്മൾ ഈ ചെടി വെക്കുന്ന ഒരു പോർഷൻ അത്രയും അവിടെ നിന്ന് മാറ്റി. ഇതിനുശേഷം ഈ വീടിൻ്റെ പുറകുവശം വളരെ താഴ്ന്നാണ് ഇരിക്കുന്നത്. അതായത് ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ്റെ ഒരറ്റം 2.5 അടി പൊക്കത്തിലും ഇങ്ങേറ്റത്ത് 8 അടിയോടെ 8 അടി, ഈ സൈഡ് മൊത്തം 8 അടി വരുന്നുണ്ട്. അതെ, അപ്പോൾ ഈ ഒരു 2 സൈഡിൽ തന്നെ അവിടെ 2.5 അടി ഫൗണ്ടേഷൻ, ഇവിടെ 8 അടിയിൽ കൂടുതൽ ഫൗണ്ടേഷൻ. 8 അടിയും അതിൻ്റെ മുകളിൽ 2.5 അടിയാണ് വരുന്നത്. അതായത് ഒരാൾ താഴെ നിന്ന് കഴിഞ്ഞാൽ അയാളുടെ തല എത്തുന്നില്ല. അപ്പോൾ അത്രയും പൊക്കം വരുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ വെച്ച് ഇതിനെ ഒരു ലെവലാക്കിയിട്ട്, അതായത് ഈ ഒരു സൈഡ് കെട്ടിക്കൊടുത്തിട്ട് ബാക്കി ഭാഗം അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഏറ്റവും കുറച്ച് ഭൂമിക്ക് ഒരു ഡാമേജ് ഉണ്ടാകുന്ന തരത്തിലാണ് അദ്ദേഹം അത് ഡിസൈൻ ചെയ്തത്. ഇതിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനൊരു വലിയ വിഷമം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത്രയും പൊക്കം ഈ ഭൂമിയുടെ ഇങ്ങേ അറ്റത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിനടിയിൽ ഒരു നിലവറ, മണ്ണിനടിയിലുള്ള ഒരു റൂം, ഒരു സെല്ലാർ റൂം ഈസി ആയിട്ട് ഇതിനോട് കൂട്ടിച്ചേർക്കാമായിരുന്നു. അത് പഴയ വീടുകൾക്കൊക്കെ നിലവറയുണ്ട്, അതിനകത്ത് നമ്മൾ താവോട്ടിറങ്ങുകയാണ്. ഇത് ആക്ച്വലി ഇത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ പുറത്തുനിന്ന് തന്നെ ഒരു വാതിൽ വെച്ച് അകത്തോട്ട് കയറാമായിരുന്നു. അത്രയും ഒരു സ്പേസ് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്പേസ് നമുക്ക് കിട്ടാതായിപ്പോയി അല്ലേ. അങ്ങനെ ഒരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്ലാനിൽ ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള വലിപ്പം 450 സ്ക്വയർ ഫീറ്റാണ് ഈ റൂമുകളുടെ വലിപ്പം. പുറത്തെ വരാന്തയുടെ വലിപ്പം കൂടെ 550 സ്ക്വയർ ഫീറ്റാണ്. രണ്ടും കൂടെ ചേർന്നാണ് ഇത് 1000 സ്ക്വയർ ഫീറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ 1000 സ്ക്വയർ ഫീറ്റിനകത്ത് 2 മുറികളേ ഉള്ളൂ. പിന്നെ ഒരു അടുക്കള, നമുക്കൊരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്പേസ്, പിന്നെ ഒരു ബാത്റൂമും ഒരു ടോയ്ലറ്റും. ഈ ബാത്റൂമും ടോയ്ലറ്റും നമ്മൾ 2ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ വേറൊരാൾക്ക് വേണമെങ്കിൽ ബാത്റൂം ഉപയോഗിക്കാം. അതിനുവേണ്ടിയാണ് അങ്ങനെ 2ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഡൈനിങ് സ്പേസ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചിരുന്നില്ല അല്ലേ. അപ്പോൾ അതിന് നമ്മൾ പിന്നെ ആ സ്പേസ് കണ്ടുപിടിക്കാനായിട്ട് പുറത്തോട്ടൊരു പ്രൊജക്ഷൻ വേണ്ടി വന്നു. അതെ, അതായത് ഈ വീടിൻ്റെ ലെവലിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് തള്ളി, ഒരു ബേ വിൻഡോ പോലെ കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയാണ് നമ്മുടെ ഈ ഡൈനിങ് സ്പേസിൻ്റെ ഒരു ഭാഗം നിൽക്കുന്നത്. അവിടെ ഒരു ബെഞ്ച് കൊടുത്തിരിക്കുകയാണ്. ആ ബെഞ്ചിൻ്റെ വീതി വീട്ടിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുകയാണ്. അതിൻ്റെ മോളുവശം നമ്മൾ വെറുതെ ഒരു നെറ്റ് കൊടുത്ത് അതിനകത്ത് അഴികളും കൊടുത്തിരിക്കുകയാണ്. പിന്നെ വീടിൻ്റെ പൊക്കം, പഴയ വീടിന് പൊക്കം കുറവായിരുന്നു. നമ്മൾ ഒരു വീടിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ വാങ്ങിച്ച് ആ പലകൾ ഉപയോഗിച്ചു, അതിന് പൊക്കം കുറവായിരുന്നു. ഏതാണ്ട് 8 അടി കഷ്ടിയാണ് അല്ലേ, 8 അടിയായിരുന്നു ആ വീടിൻ്റെ പൊക്കം. അപ്പോൾ ഇപ്പോൾ സുധീർ ചെയ്ത താഴെ ഒരു 3 അടി നമ്മൾ ഭിത്തി കെട്ടി. അപ്പോൾ ഈ വീടിന് ചുറ്റോട് ചുറ്റും ഒരു 3 അടി ഭിത്തിയുണ്ട്. ആ ഭിത്തിക്ക് മുകളിലാണ് ഈ അരഭിത്തി കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ തടിയെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 8 3 11 അടിയായിട്ട് വീടിൻ്റെ പൊക്കം ശരിയായി കിട്ടി. പിന്നെ വേറെ പഴയ ജനലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ വീടിൻ്റെ കതക് തീരെ ചെറിയ കതകായിരുന്നു. നമ്മളിങ്ങനെ തല തട്ടും അകത്തോട്ട് കയറുമ്പോൾ. അപ്പോൾ നമുക്കിപ്പോൾ അത് ശീലമില്ലാത്തതുകൊണ്ട്
കുറച്ച് പൊക്കമുള്ള ഒരു വാതിലുകൾ ഘടിപ്പിച്ചു. ഇത്രയുമാണ് നമ്മളിത് ചെയ്തത്. ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ സൈസ് 16 അടി 13 അടിയാണ്. അതുപോലെ ഇതിൻ്റെ ലിവിങ് റൂം ഏകദേശം 13 അടി 8.5 അടിയാണ് അല്ലേ, അതാണ്. പിന്നെ കിച്ചൺ 9.5 അടി 5 അടി. നമ്മളത് വളരെ കൺവീനിയൻ്റ് ആണ് ഈ സ്പേസിൻ്റെ കാര്യത്തിൽ. വളരെ വലിയ യാത്രയൊന്നും ചെയ്യാൻ നിന്ന് തന്നെ എല്ലാം ചെയ്യാം. പക്ഷേ ഒരു പ്രായോഗികമായിട്ട് കുറച്ച് ഉപയോഗിച്ച് നോക്കുമ്പോൾ കാണുന്നത് ഒരു 2 അടിയും കൂടെ വേണം എന്നുള്ളതാണ് വീതി. അതായത് ഈ 5 അടി വീതിക്ക് പോലെ ഒരു 7 അടിയെങ്കിലും വീതി ഇട്ട് വേണം ഇത് ചെയ്യാമെന്നാണ്. കാരണം ഈ പുറകിലത്തെ മുറി അല്പം ചെറുതാക്കിയാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലൂടെ ഇപ്പോൾ ഒരു ഷെൽഫ് കൊടുക്കാൻ പറ്റും. കുറേ അധികം സാധനങ്ങൾ ആ ബാക്കിലെ ഷെൽഫിൽ വെക്കാനും പറ്റും. ഈ കിച്ചൻ്റെ ഈ പാതകത്തിൻ്റെ എതിർ സൈഡിലൂടെ ഒരു ഷെൽഫ് കൊടുക്കാൻ പറ്റും. ഇതാണ് ഈ വീടിൻ്റെ പൊതുവായിട്ടുള്ള സംഗതികൾ. പിന്നെ ഇതിനോടൊപ്പം നമ്മൾ ചുറ്റും കുളം പണിതായിരുന്നു. കുളം നമുക്ക് 350 സ്ക്വയർ ഫീറ്റ് 2 അടി 2 അടിയുള്ള ഒരു കുളമാണ് നമ്മൾ ചുറ്റും ചെയ്തിരിക്കുന്നത്. അത് വീടുമായിട്ട് കണക്ട് ചെയ്യാത്ത തരത്തിലാണ് ഇതിൻ്റെ നടകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ആ നടക്കല്ലിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രാണിക്ക് ഇപ്പോഴോട്ട് നടന്ന് കയറി, ഇപ്പോൾ അട്ടയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കാനുള്ള ഒരു മാർഗ്ഗമില്ല. ആ രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. വെള്ളം ഓവർഫ്ലോ ചെയ്യുന്ന പോലെ കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും. മഴ പെയ്യുന്ന വെള്ളം ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാത്തികളുടെ കാര്യത്തിലാണ് ഞാനും സുധീറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. സുധീർ ഇല്ലാഞ്ഞ സമയത്ത് ഈ പാത്തി മഴക്കാലമായിരുന്നു. അപ്പോൾ അത് പെട്ടെന്നൊന്ന് ചെയ്യാനായിട്ട് ഞാൻ ഈ ചതുരത്തിലുള്ള പാത്തി വാങ്ങിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആർട്ടിസ്റ്റ് പറയുന്നത് അത് നമ്മൾ മറ്റേ അർദ്ധചന്ദ്രാകൃതിയിൽ ഷീറ്റ് വളച്ച് തന്നെ വെക്കണമായിരുന്നു പഴയ വീടിൻ്റെ ഭാഗത്തിൽ. അങ്ങനെയാണ് കുറേ കൂടെ ഭംഗിയാവുന്നതായിരുന്നു. ഈ വീട് പണിയുമ്പോൾ നമുക്ക് നേരിടേണ്ടി വന്ന ഒരു വെല്ലുവിളി ഇതിൻ്റെ ഈ തൂണുകളാണ്. കാരണം ഇത് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഈ തൂണ് കിട്ടി. സുധീർ എവിടെ നിന്നായിരുന്നു വാങ്ങിച്ചേ? ഇത് പലയിടങ്ങളിൽ നിന്നും കളക്ട് ചെയ്തായിരുന്നു. മറ്റേ ഈ പഴയ സാധനം വിൽക്കുന്ന കടകളിൽ. നമ്മളന്നത്ര 2500 രൂപ ഒരു തൂണിന് 2500 രൂപ കിട്ടിയത് വളരെ ലാഭമാണ്. കാരണം അതിൻ്റെ ചുവട്ടത്തെ കരിങ്കല്ലടക്കം അല്ലേ, കരിങ്കല്ല് മുകളിലത്തെ മേൽക്കെട്ടി എല്ലാം കൂടെ കൂട്ടി 2500 രൂപയ്ക്ക് ഇത് വളരെ ലാഭത്തിന് കിട്ടിയാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ കിട്ടണം എന്നില്ല. അപ്പോൾ വീട് പണിയുന്നവരൊക്കെ തപ്പിയാണെന്നാൽ ചിലപ്പോൾ കിട്ടിയെന്നവരും ചിലപ്പോൾ കിട്ടിയില്ല എന്നവരും. ഇവിടെ ആ പൊക്കത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഈ തൂണിനാപ്പടെ 6 അടി 7 അടി പൊക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ താഴെ ഒരു 3 അടിയോ മറ്റോ ഉള്ള ഒരു ബേസ് കെട്ടിയുണ്ടാക്കി, ഇഷ്ടി കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്താണ് ഒരേപോലെ ഇരിക്കാൻ വേണ്ടി വെച്ച് വീടിൻ്റെ പൊക്കം കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വെച്ച വീട്ടിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് കൊണ്ട് തന്നെ തൂണ് വാർത്തു, എന്നിട്ട് അതിൽ കളർ ചെയ്യുകയാണ് ചെയ്തത്, തടിയുടെ കളർ കൊടുക്കുകയാണ് ചെയ്തത്. അതല്ലേ മാർഗമുള്ളൂ, അല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഇപ്പം പ്രീകാസ്റ്റ് ഇത് ഇറങ്ങുന്നുണ്ട് പില്ലർ. ആര് കടകൾ കിട്ടും? പുറത്ത് ഈ റെഡിമെയ്ഡ് ഈ വീട് പണി സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളിൽ തൂണ് കിട്ടും അല്ലേ? ഓക്കെ, അത് കളർ ചെയ്ത് കഴിഞ്ഞാൽ അറിയയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ആലോചിക്കുക. ഈ തടി തൂണ് കിട്ടുന്നില്ലെങ്കിൽ ഈ നേരത്തെ കോൺക്രീറ്റിൽ തന്നെ വാർത്ത തൂണുകൾ കിട്ടാനുണ്ട്, അത് വാങ്ങിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഈ വീട് ഒരു ബെഡ്റൂമായിട്ട് ഡിസൈൻ ചെയ്ത് ഞാനന്ന് പറഞ്ഞതും പ്രകാരമാണ്, എൻ്റെ ആവശ്യപ്രകാരമായിരുന്നു. സുധീർ ഇപ്പോൾ പറയുന്ന ഇതേ സാധനത്തിനെ തന്നെ 2 ബെഡ്റൂമായിട്ട് ഡിസൈൻ ചെയ്യാം, വലിപ്പം കൂട്ടാതെ തന്നെ 450 സ്ക്വയർ ഫീറ്റിൽ തന്നെ. അങ്ങനെ ചെയ്ത ഒരു ഡിസൈൻ കൂടെ ഇതിൻ്റെ കൂടെയുണ്ട്. ആ ഡിസൈന് ഇതിൻ്റെ ഒടുവിൽ കാണിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡിസൈനും ഓപ്റ്റ് ചെയ്യാം. പക്ഷേ പറയാനുള്ളത്, വീട് വെക്കുന്ന സമയത്ത് വീട് പണിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള, ഡിസൈനിങ്ങിൽ വ്യക്തമായ ധാരണയുള്ള ആരെങ്കിലും ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ട് വേണം ഇത് ചെയ്യാമെന്നാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം എന്ന് മാത്രമല്ല വീടിൻ്റെ ഒരു അപ്പിയറൻസ് മെച്ചപ്പെടുത്തുന്നതിലും അവരുടെ ഗൈഡൻസ് സഹായകമാകും. വേറെ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ സുഹൃത്തെ? ഇല്ലല്ലോ, ഇല്ല. നമുക്ക് അടുത്ത വീടിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ, ശരി.